ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ആദ്യമേ കണ്ട പോലത്തെ ആ ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ഇൻട്രോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ക്യാൻ മാസ്റ്റർ ഓൺ ചെയ്ത് 16:9 എന്ന ഒരു അക്സെപ്റ്റ് റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു റേഷ്യോ നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നേരെ മീഡിയയിൽ പോയിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിടുക. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. അതിന് കാരണം നമ്മൾ നേരത്തെ ചെയ്ത ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് കളറാണ് നിങ്ങൾക്ക് അതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ആ ലോഗോൻ്റെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു വൈറ്റ് ഇതിൻ്റെ മീഡിയ ലെയറിൽ കൊണ്ടുവരിക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഫോട്ടോയിൽ സെലക്ട് ചെയ്തിട്ട് നേരെ ഇന്ന ആനിമേഷനിൽ പോയിട്ട് പോപ്പപ്പ് എന്ന ഒരു ഒരു ആനിമേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡൊന്ന് സെലക്ട് ചെയ്ത് ഇടേണ്ടതാണ്. അധികം സ്പീഡ് വേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല സ്ലോ മോഷനിൽ നല്ല കിഡിലായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ സ്ലോ മോഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം ഓക്കെ, നമ്മൾ ഈ ഒരു സ്പീഡിലാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻട്രോക്ക് ഒരു കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ ഒരു ഇൻട്രോക്ക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഈ ഒരു ഇൻട്രോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഞാൻ 1080p സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1080p ഞാൻ ഈ ഫയലൊന്ന് സേവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിനി ഈ ഒരു ഇൻട്രോക്ക് ഒരു നല്ല കിഡിലൻ എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് വിവാകട്ട് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ VFX എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് മൂന്നാമതായിട്ട്. അപ്പം നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഫക്റ്റ് ഈ ഒരു ഇൻട്രോക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു ഇൻട്രോക്ക് ഈ ഒരു എഫക്റ്റൊക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മേളിൽ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ അതിൽ ചെന്നിട്ട് 4K Ultra HD എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പം നിങ്ങൾ അതിൽ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലെ ഇൻട്രോ സെറ്റായി. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.